ഹായ് ഹലോ. അങ്ങനെ ഞങ്ങൾ മൂകാംബികയിലൊക്കെ തൊഴുതിട്ട് തിരിച്ചിറങ്ങിയായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് വിശന്നപ്പോഴത്തേനും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി കുടജാദ്രിയിൽ ട്രക്കിങ്ങിന് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു ജീപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 5 പേരുള്ളായിരുന്നു, ജീപ്പിൽ 8 പേര് വേണമായിരുന്നു. അങ്ങനെ സ്റ്റാൻഡിൽ പോയി 3 പേരെയും കൂടെ ഒപ്പിച്ചിട്ട് നമ്മൾ പോയി. ഈ കാണുന്നതാണ് ട്രക്കിംഗ്. മുന്നേ ആയിരുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിരുന്നു ഈ ഒരു വഴിയൊക്കെ. ഇപ്പോൾ പക്ഷേ അവർ കുറച്ചുകൂടി അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മേലോട്ട് പോയായിരുന്നു. നല്ല മഴയും നല്ല തണുപ്പുമായിരുന്നു. അങ്ങനെ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഒരു ഏകദേശം 2.5 കിലോമീറ്ററോളം നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് മേലോട്ട് നടക്കാനുണ്ടായിരുന്നു. കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു കൊളയട്ട ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു അവിടെ തേയിലത്തോട്ടം അങ്ങനെയൊന്നുമില്ല, തേയിലത്തോട്ടം ഉള്ളിടത്താണ് കൊളയട്ട ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല പണി കിട്ടി. മഴ ആയതുകൊണ്ട് കൊളയട്ടയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത്യാവശ്യം കടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അട്ടേന്ന്. അങ്ങനെ അവിടെ നിന്ന് മേലോട്ട് കുറച്ചുകൂടി കൂടെ നടന്ന് കയറിയപ്പോൾ നമ്മുടെ സർവജ്ഞ പീഠം കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ട് മൂകാംബിക ദേവിയുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് ശങ്കരാചാര്യർ തപസ് ചെയ്ത സ്ഥലമാണിത്, സർവജ്ഞ പീഠം. അവിടെ തൊഴുതിട്ട് നമ്മൾ എത്ര ക്ഷീണം ഉണ്ടായിട്ട് ഇത്രയും നടന്ന് മേലെ കയറിയായിരുന്നാലും അവിടെ ചെന്ന് ആ ഒരു മണ്ഡപത്തിൻ്റെ അവിടെ ഇരിക്കുമ്പം ആ ക്ഷീണം എല്ലാം പോകുമായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് തൊഴുതിട്ട് മഴയും കൊണ്ട് തണുപ്പും കൊണ്ട് മഞ്ഞും കൊണ്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ 2 ദിവസം മുന്നേ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ തിരിച്ചിറങ്ങുമ്പോൾ ഇത്രയും ഇങ്ങനെ മഴവെള്ളം കുത്തൊലിച്ച് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഒരു ഫീല് തന്നെയായിരുന്നു നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴും. ഈ വീഡിയോയിൽ അത്രയും ആ ഒരു ആഘാതം കാണാൻ പറ്റില്ല, പക്ഷെ ശരിക്കും അത്രയും ഫ്ലോയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി ഇനിയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ. ടാറ്റാ.